കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയ്ക്ക് ഇന്ന് 120 വയസ്സ്. 94 കിലോമീറ്റർ നീളുന്ന മീറ്റർ ഗേജ് പാത 1904 നവംബർ 26-നാണ് ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചത്. 21 ആചാരവടികളുടെ അകമ്പടിയോടെ പച്ചക്കൊടി വീശി ആദ്യ കൽക്കരി തീവണ്ടിയെ കൊല്ലം സ്റ്റേഷൻ മാസ്റ്റർ രാമയ്യ യാത്രയാക്കി. തിരുവിതാംകൂറിലെ ആദ്യ തീവണ്ടിപ്പാത കൂടിയായ ഇത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ പാതകളിലൊന്നാണ്. പുഴകൾക്ക് കുറുകെ പാലം പണിതും മലനിരകൾ തുരന്ന് തുരങ്കങ്ങൾ നിർമ്മിച്ചുമാണ് ഏറെ ശ്രമകരമായ 1900 കാലഘട്ടത്തിൽ പാതയുടെ നിർമ്മാണം നടത്തിയത്. ശക്തമായ മഴയിൽ തുരങ്കങ്ങളുടെ ചുവരുകൾ തകർന്നതിനാൽ ഉദ്ഘാടന ദിവസം പോലും തീവണ്ടി ഓടിയത് കൊല്ലം മുതൽ പുനലൂർ വരെ മാത്രമാണ്. 106 വർഷത്തിനു ശേഷം 2010 കൊല്ലം മുതൽ പുനലൂർ വരെ 45 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യ ബ്രോഡ്ഗേജ് ട്രെയിൻ ഓടി. 8 വർഷത്തിനു ശേഷം 2018 കൊല്ലം മുതൽ ചെങ്കോട്ട വരെയും ബ്രോഡ്ഗേജ് ട്രെയിൻ ഓടിയത്. പിന്നെയും വർഷങ്ങളെടുത്തു പാത വൈദ്യുതീകരിക്കാൻ. 2022 കൊല്ലം പുനലൂർ പാതയിൽ ആദ്യത്തെ വൈദ്യുത ട്രെയിൻ ഓടി. 2024 ജൂലൈയിൽ പുനലൂർ ചെങ്കോട്ട പാതയിലും വൈദ്യുത ട്രെയിൻ എത്തി. ആവശ്യത്തിന് ട്രെയിൻ സർവീസുകളില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമാണ് കൊല്ലം ചെങ്കോട്ട റെയിൽ പാത.